Hello everyone, welcome to another episode of Fortune's Finest. നമ്മൾ പണ്ട് ഗൂഗിളിനെ പരിചയപ്പെട്ടിരുന്നു ആസ് എൻ ആസ്പിറൻറ്റ്. ഇന്ന് നമ്മൾ ഗൂഗിളിനെ ഒരു IAS ഓഫീസറായിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. തമിഴ്നാട് കേഡറിലുള്ള ഒരു IAS ഓഫീസർ. നമുക്ക് ഗൂഗിളിനോട് അവിടുത്തെ രീതികൾ, അവിടെ ഗൂഗിൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ ഗൂഗിൾ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഗൂഗിൾ. ഗൂഗിൾ 2021 IAS ഓഫീസറാണല്ലോ. അതെ. ആ സമയത്ത് റിസൾട്ട് വന്ന സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഗൂഗിൾ ഇനി ഒരു IAS ഓഫീസർ ആകുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ എഫക്റ്റീവ്നെസ് എന്തായിരിക്കും, ഗൂഗിളിന് അത് നല്ലപോലെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് ഗൂഗിൾ എന്തായിരിക്കും പറയുക? ഇല്ല, പേഴ്സണലി ഞാൻ ട്രെയിനിങ് ലബാസ്നയ്ക്ക് പോകുന്ന സമയത്ത് എനിക്കും പേഴ്സണലി ഉള്ളൊരു ഡൗട്ടായിരുന്നു ഇത്. എന്നെ കൊണ്ടിത് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്കും പേഴ്സണലി കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു അത്യാവശ്യം താല്പര്യമുള്ള ഒരാളാണ്. അപ്പം എനിക്കും ഉള്ളൊരു ഡൗട്ടായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. ഓക്കെ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറെ ഓപ്ഷൻ സോർട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണയോടുകൂടിയാണ് പോയത്. പക്ഷെ ഇപ്പം ഫീൽഡിൽ എല്ലാം ചേർത്തൊരു 3 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഈ സമയത്ത് ഇതുവരെ ചെയ്ത വർക്കിൽ വളരെ കോൺഫിഡൻ്റ് ആണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഡെഫിനറ്റ്ലി ഒരു വലിയ കാരണം എന്ന് പറഞ്ഞാൽ ടെക്നോളജി നന്നായിട്ട് ഇവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വരുന്നത് 2 രീതിയിലുള്ള വർക്കാണ്. ഒന്ന് ടിപ്പിക്കൽ ഓഫീസ് വർക്ക്, നമ്മുടെ ഡെസ്ക് വർക്ക്, ടേബിൾ വർക്ക്, ഈ ഫയൽസ് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള വർക്ക്. രണ്ടാമത്തേത് ഫീൽഡ് ഓഫീസേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ ഫീൽഡിലുള്ള വർക്ക്. ഇതിൽ ഡെസ്ക് ഫയൽ റിലേറ്റഡ് വർക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പോകുമ്പോൾ തന്നെ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ഞാൻ എക്സാം എഴുതുന്നതും എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതുന്നതെല്ലാം ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടായിരുന്നു. അതുപോലെ ഞാൻ ഈവൻ UPSCക്ക് അന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെയിൻസ് എക്സാം ലാപ്ടോപ്പ് ഉപയോഗിച്ച് എഴുതാൻ പെർമിഷൻ തരണം എന്ന്. അവർ പെർമിഷൻ തന്നുകൊണ്ട് ഓർഡർ റിലീസ് ചെയ്തായിരുന്നു. പക്ഷെ ദാറ്റ് കെയിം ആഫ്റ്റർ മൈ എക്സാംസ്. ഞാൻ സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതിയതിന് ശേഷമാണ് UPSC ആ പ്രൊവിഷൻ ഗ്രാൻഡ് ചെയ്തത്. ഇനിയൊരു വിഷ്വലി ഇമ്പയർഡ് ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൽ ആ സമയം തന്നെ ഈ ഓഫീസ് ഒരുവിധം എല്ലായിടത്തും ഇംപ്ലിമെൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ, കേഡർ തമിഴ്നാടാണ്, അപ്പോൾ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 75-80% ഈ ഓഫീസ് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഫയലെല്ലാം ഓൺലൈനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലായാലും ഇല്ല ടാബ്ലറ്റ് ആയാലും ഫോണായാലും ഇതിലെല്ലാം സ്ക്രീൻ റീഡിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, ഗൂഗിൾ അത് ഇപ്പോൾ ലെറ്റ്സ് സേ ഗൂഗിള് ഇന്ന് പത്രം വായിക്കുമല്ലോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമോ? ഓക്കെ, സോ ഇതൊരു നോർമൽ ഐഫോൺ ആണ്. സോ കേൾക്കാമായിരിക്കും, സ്പീച്ച് ഉണ്ട്. സോ സ്ക്രീനിൽ വരുന്ന കണ്ടന്റ് എന്താണോ അത് ഇത് പറയും. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ഓക്കെ, ഞാനിപ്പോ ഹിന്ദു ഓപ്പൺ ചെയ്യുക. ഹിന്ദു പേപ്പർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ആദ്യത്തെ ഹെഡ്ലൈൻ ആയിട്ട് ഇപ്പോ പ്രസന്റ്ലി അപ്ഡേറ്റഡ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ വഖഫ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് സുപ്രീം കോർട്ടിൽ നടക്കുന്ന ഹിയറിംഗിനെ പറ്റിയുള്ള ഒരു ന്യൂസ് ആണ്. So second one is Pakistan resorts to small arms firing in the LOC. Supreme Court frowns upon Jharkhand High Court for not pronouncing verdicts on criminal cases. That is a third heading. Okay. So this way. Okay, അപ്പം ഇപ്പോൾ ഓഡിയോ കേട്ടത് 2x 3x ആണോ? അതെ, സ്പീഡാണ് അത്. ഞാനൊരു കഴിഞ്ഞ 20 വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലൈക്ക് ഓൾസോ ഈ സ്പീഡിൽ കേട്ടാലേ നമുക്ക് ഒരു നോർമൽ യൂസർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സ്പീഡിൽ ചെയ്യാനും പറ്റത്തുള്ളൂ. അതായിരുന്നു ഞാൻ ചോദിക്കാൻ പോയത്. നമ്മളിപ്പോ ഒരു ഈ ഓഫീസ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഫയൽസ് ഇങ്ങനെ റീഡ് ചെയ്തെടുക്കുമ്പോൾ ബാക്കി ഒരു സാധാരണ ഓഫീസർ ചെയ്യുന്നതിനേക്കാളും
നമ്മൾ ലാഗിങ് ആവുകയോ സ്ലോ ആവുകയോ അങ്ങനെ ആവാനുള്ള പോസിബിലിറ്റി ഇല്ലെന്ന് ചോദിക്കാൻ പോകുമായിരുന്നു. ഇല്ല, കാരണം രണ്ട് കാര്യമുണ്ട്. സാധാരണ ഓഫീസർ മൗസ് യൂസ് ചെയ്ത് ചെയ്യുന്ന അതേ സ്പീഡിൽ കീബോർഡിലെ ഷോർട്ട് കട്ട്സ് ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, അവർക്ക് നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് കാലമായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, മൗസിലോട്ട് റിസോർട്ട് ചെയ്യാതെ തന്നെ അവർക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സെയിം സംഭവമാണ് സ്ക്രീൻ റീഡർ യൂസേഴ്സ് ജനറലി ചെയ്യുന്നത്. സോ മൗസ് ക്ലിക്ക് വെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഷോർട്ട് കട്ട്സ് ഉണ്ട്. അതിപ്പം എനിക്ക് മസിൽ മെമ്മറിയാണ്, മനസ്സിലായി. സോ പ്ലസ് നമ്മൾ കേൾക്കുന്ന സ്പീച്ചിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. ദിസ് ഈസ് നോർമൽ. അതായത് ഞാനിത് ഇപ്പോൾ പത്രമൊക്കെ വായിക്കുന്നത് യൂഷ്വലി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും. സോ അതിനുള്ള സ്പീഡാണിത്. ഇപ്പോൾ ഓഫീസ് യൂസ് ആണെങ്കിൽ ദിസ് വിൽ ബി മച്ച് മോർ ഫാസ്റ്റർ, കാരണം അത് മാത്രമേ ഞാൻ അപ്പോഴും ചെയ്യുന്നുണ്ടാവത്തുള്ളൂ. സോ ലൈക്ക് ആ സ്പീഡിൽ എനിക്ക് ഇപ്പം യൂഷ്വൽ ആൾക്കാരുടെ റീഡിങ് സ്പീഡ് ഇസ് ലൈക്ക് 250-300 വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെയാണ്. എനിക്ക് 750 to 800 വേർഡ്സ് പെർ മിനിറ്റ് ആണ് എൻ്റെ ഒരു റീഡിങ് സ്പീഡ്. ആ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ടൈമിൻ്റെയും എഫിഷ്യൻസിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലായി, അതായത് ഫയൽസ് എങ്ങനെയാണ്, എസ്പെഷ്യലി ഈ ഓഫീസ് വഴി ഫയൽസ് എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലായി. അതെ. പക്ഷേ നമുക്ക് എല്ലാം ഈ ഓഫീസിൽ കാണില്ലല്ലോ. എസ്പെഷ്യലി കുറച്ച് സെൻസിറ്റീവ് ആയിട്ടോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുമ്പോൾ ആരെങ്കിലും നമ്മളെ പറ്റിക്കാനോ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? എസ്പെഷ്യലി ആ കോൺഫിഡൻഷ്യൽ ഡേറ്റ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? കോൺഫിഡൻഷ്യൽ ഡേറ്റ ഇപ്പോൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന ചില സംഭവങ്ങൾ നമുക്ക് പ്രിന്റഡ് ആയിട്ടേ വരാറുള്ളൂ. അതിന് തന്നെ ഒരു ലൈക്ക് ഈ ഓഫീസിൽ ഇടരുത് എന്ന് പറയുന്ന ഫയൽസ് വരെ നമുക്കുണ്ട്. ഇപ്പം ചില ഡോക്യുമെന്റ്സ് നമ്മൾ തന്നെ ഈവൻ സബ് കളക്ടേഴ്സ് പോലും ഒഫീഷ്യൽ സീക്രട്ട് ഫാക്ടിനകത്ത് വരുന്ന ഡോക്യുമെന്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ വരുമ്പം പ്രിന്റഡ് ടെക്സ്റ്റ് വരുമ്പം ഇതേ പ്രിന്റഡ് ടെക്സ്റ്റ് എൻ്റെ ടേബിളിൽ ഞാൻ ഡിജിറ്റൈസ് ചെയ്യും. അതായത് ഒരു ടേബിൾ ടോപ്പ് സ്കാനർ ഉണ്ട്. സോ ഈ പേപ്പർ അതിൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു, ആ ടെക്സ്റ്റ് എൻ്റെ ലാപ്ടോപ്പിലേക്ക് മാത്രം വരുന്നു. ഇത് പുറത്ത് ക്ലൗഡിലേക്കോ വേറെ ഒരിടത്തും പോകുന്നില്ല, എൻ്റെ ലാപ്ടോപ്പിന് പുറത്ത് പോകുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ലാപ്ടോപ്പിൽ വായിക്കുന്നു, അവിടെ തന്നെ സൈൻ ചെയ്യുന്നു. പ്രിന്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് വരുന്ന എല്ലാ സാധനവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനും എനിക്ക് വേറെ ഏതെങ്കിലും സ്റ്റാഫ് വായിച്ചു തരേണ്ടതോ അല്ലെങ്കിൽ ഓക്കെ അവിടെ തന്നെ സൈൻ ചെയ്ത് അപ്പോഴും തന്നെ സൈൻ ചെയ്യുന്ന കാരണം ഇതിനിടയിൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുമെന്നോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കിയിട്ടാണ് ആദ്യമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനകത്ത് ഈ സംഭവം എല്ലാം ഐഡിയ ഓൾറെഡി ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ കണക്കൊരു 15-20 വർഷമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഐഡിയ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2-3 മാസത്തിൽ തന്നെ ഇത് പെർഫെക്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിളിൽ ഇത് ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? വാസ് ദെയർ എ പ്രീസിഡൻസ് ഓർ വാസ് ദെയർ സംബഡി സീനിയർ ടു യു? അതായത് ഇങ്ങനെ പറഞ്ഞു തന്നതാണോ അതോ ഗൂഗിൾ ഇങ്ങനെ സാധാരണ രീതിയിൽ പഠിച്ച് വന്നപ്പോൾ ടെക്നോളജിയുമായിട്ട് ഫെമിലിയറൈസ്ഡ് ആയി അതേ ടൂൾസും ടെക്നിക്സും ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തതാണോ, ഓഫീസിലോട്ട് അഡോപ്റ്റ് ചെയ്തതാണോ? ഇത് പറഞ്ഞു തന്നത് ചില കാര്യം ഈ പർട്ടിക്കുലർ ജോബ് റോളിനകത്ത് എനിക്ക് അധികം ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ടെക്നോളജിക്കലി ഞാൻ ഐ ഓൾവേസ് ട്രൈ ടു സ്റ്റേ അബ്രസ്റ്റ് ഓഫ് ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഓക്കെ നമുക്ക് സിവിൽ സർവീസ് എന്നുള്ളൊരു സംഭവം ആലോചിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ കൈൻഡ് ഓഫ് വെയ്ഡ് ഇൻ മൈ മൈൻഡ്. ഓക്കെ എനിക്ക് ചെന്നാൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓരോ പുതിയ ടെക്നോളജി കാണുമ്പോഴും നമ്മളിങ്ങനെ ഐ യൂസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തൊക്കെ ആയിരിക്കും എനിക്ക് വരുന്ന ചാലഞ്ചസ്, അങ്ങനെയാണെങ്കിൽ ഇത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മുൻപും ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ഐ വാസ് ജസ്റ്റ് എ സെക്കൻഡ് പേഴ്സൺ ടു ടേക്ക് ബയോസയൻസ് ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. CBSE ബയോസയൻസ് എടുത്ത് 2ാമത്തെ വിഷ്വലി ഇംപയർഡ് പേഴ്സൺ ആയിരുന്നു ഞാൻ. അപ്പൊ ആ സമയത്തും ഇതുപോലെ കുറെ ചാലഞ്ചസ് വരുമ്പം ഓക്കെ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ദാറ്റ് ഓക്കെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ യൂസ് ടു തിങ്ക് ഓക്കെ എന്തൊക്കെ ചാലഞ്ചസ് നമുക്ക് വരാം, അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ ഡെഫിനറ്റ്ലി വൺ ബിഗ് അഡ്വാൻറ്റേജ് വാസ് ദാറ്റ് എൻ്റെ അച്ഛൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഹി ന്യൂ ഹൗ what are the possible things that would come. So that helped me. അപ്പം അതുകൊണ്ട് തന്നെ
അച്ഛൻ ലൈക്ക് ഈവൻ വർക്ക് വീട്ടിൽ കൊണ്ടുവരുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹെൽപ്പ് മീ എങ്ങനെ ഇങ്ങനത്തെ സംഭവം ടാക്കിൾ ചെയ്യുന്നതിന് നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതിന്. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഗൂഗിള് സ്വയം വഴിവെട്ടി വന്നതാണ് സിനിമാറ്റിക് ഡയലോഗ് എടുത്ത്. അതെ ആണ്. അപ്പോ ഈ സ്വയം വഴിവെട്ടി വരുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു വിൽ പവർ വേണം. ആൻഡ് ഗൂഗിളിന്റെ കേസിൽ നമ്മൾ കൊച്ചിലേ തൊട്ടേ നമ്മളെ കുറച്ചൊന്ന് ബിറേറ്റ് ചെയ്യാനോ നമ്മളെ ഒന്ന് പുറകിലേക്ക് വലിക്കാനോ പലരും ശ്രമിച്ചു കാണും. റൈറ്റ്. അപ്പോൾ ഗൂഗിള് എങ്ങനെയാണ് ഇങ്ങനത്തെ ചാലഞ്ചസിനെ ഓവർകം ചെയ്ത് സ്വയം വഴിവെട്ടി മുന്നേറുന്നത്? ഒന്ന് ഡെഫിനറ്റ്ലി ചെയ്ത് കാണിക്കാനുള്ളൊരു ആഗ്രഹമാണ്. ഈ കുഞ്ഞിലെ മുതൽ ഈ പറഞ്ഞതുപോലെ പിന്നിലേക്കുള്ള വലി ഉണ്ടാകുമ്പോൾ അധികം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഓക്കെ ആൾക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കാരണം അതായിരിക്കും അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും എങ്കിൽ അവരങ്ങനെ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ? അത് ഈ ഒരു കാര്യത്തിനെന്നല്ല, ഈവൻ സർവീസിലും അഡ്മിനിസ്ട്രേഷനിലും പോലും നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ബെറ്റർ ആക്കുന്നതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇല്ലേ എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു സക്സീഡ് ചെയ്യാനായിട്ട്. പിന്നെ ആ ഡ്രൈവിൻ്റെ കൂടെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള പോസിബിൾ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി ലൈക്ക് ഇപ്പോഴും കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഇത് വിഷ്വൽ ഇമ്പയർമെൻറ്റ് റിലേറ്റഡ് എന്നല്ല, അല്ലാതെ പോലും ഈവൻ നമ്മുടെ വർക്കിൻ്റെ കാര്യത്തിൽ പോലും ഇപ്പം നമ്മുടെ സ്റ്റാഫൊക്കെ പലപ്പോഴും വന്ന് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഐ ട്രൈ നോട്ട് ടു സ്റ്റോപ്പ് അറ്റ് ദാറ്റ്. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാം, വേറെ ഏത് വഴിയിൽ റിസൾട്ട് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ തിരിച്ച് പലപ്പോഴും ചോദിക്കാറുള്ളത്. എനിക്കിതാണ് റിസൾട്ട് വേണ്ടത്, ഫൈൻഡ് ഔട്ട് എ വേ ഫോർ മീ ത്രൂ വിച്ച് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് പർട്ടിക്കുലർ റിസൾട്ട്. അപ്പം ഇത് ആയിരുന്നു ഇപ്പോഴും അതാണ് ഞാൻ പേഴ്സണൽ ലൈഫിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം. ഓക്കെ. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞൊരു സാധനം നടത്തിയെടുത്ത ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ സബ് കളക്ടർ പോസ്റ്റിങ്ങിന് പോകുമ്പം അവിടെയൊക്കെ വളരെ സ്കെപ്റ്റിക്കലായിരുന്നു. എസ്പെഷ്യലി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇതൊരു ഡെസ്ക് ജോബ് എന്നുള്ളതിനപ്പുറത്തൊരു ഫീൽഡ് ജോബും കൂടിയാണ്. അപ്പോൾ ഫീൽഡ് ജോബ് ആകുമ്പോഴത്തേക്കും ഇപ്പം ഈ ഒരു ജോലിയുടെ പ്രത്യേകത ഒരുപാട് നമ്മൾ എൻക്വയറീസും ഇൻസ്പെക്ഷൻസും ചെയ്യേണ്ടി വരും. ലാൻഡ് റവന്യൂ റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് മാപ്പ് അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. അപ്പോൾ പ്ലസ് ഞാൻ ചെന്ന് ചേരുന്ന ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മ വരുന്നൊരു സംഭവം, ഞാൻ ചെന്ന് ചേരുന്ന സമയത്ത് ഇലക്ഷൻസ് ആയിരുന്നു. ജോയിൻ ചെയ്യണത് ഡിസംബറിലാണ്. സോ ഫെബ്രുവരി ആയപ്പോൾ തന്നെ ഇലക്ഷൻസിൻ്റെ ഒരു മൂഡിലോട്ട് പോയായിരുന്നു. സോ ആ സമയത്ത് അവിടെയുള്ളൊരു ലോക്കൽ ഓൺലൈൻ പോർട്ടൽ ദേ കെയിം അപ്പ് വിത്ത് ദിസ് തിങ്. പെരമ്പല്ലൂർ എങ്ങനെയാണ് ഒരു വിഷ്വലി ഇമ്പയർഡ് സബ് കളക്ടറിനെ വെച്ചിട്ട് ഇലക്ഷൻ നടത്താൻ പോകുന്നത്, അതുകൊണ്ട് സബ് കളക്ടറിനെ മാറ്റിയിട്ട് വേറെ ഒരു നോർമൽ ആയിട്ടുള്ള സബ് കളക്ടറിന് RDO കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. എനിക്ക് വലിയതായിട്ട് വിഷമമായില്ല, പക്ഷെ സ്റ്റാഫിനൊക്കെ ഇച്ചിരി വേണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ വന്നിട്ട് ഇല്ല വിൽ ആസ്ക് ദിസ് ടു ബി ടേക്കൺ ഡൗൺ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. സി 2 things. ഒന്ന്, അവരോട് ടേക്ക് ഡൗൺ ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഇതുപോലുള്ള കണ്ടന്റ് എഴുതാനുള്ള താല്പര്യം കൂടത്തേ ഉള്ളൂ. ലെറ്റ് us ഷോ ഹൗ തിങ്സ് ആർ ഡൺ. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞു. സോ പെരമ്പല്ലൂർ പോളിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ തന്നെ ടോപ്പ് 3 ഹയസ്റ്റ് പോളിംഗ് പെർസെൻറ്റേജസ് ഉള്ള ഡിസ്ട്രിക്ട്സിൽ ഒന്നായിരുന്നു പെരമ്പല്ലൂർ. വി ഹാഡ് ഓവർ 80% പോളിംഗ്. പ്ലസ് ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റ് പോലും നടന്നിട്ടില്ല. സോ ഫൈനലി ദീസ് ഗൈസ് ദംസെൽസ് കെയിം ആൻഡ് വാണ്ടഡ് ടു ഹാവ് എൻ ഇൻ്റർവ്യൂ വിത്ത് മീ. അപ്പം അതൊരു സ്വീറ്റ് റിവെഞ്ചും കൂടെ എനിക്ക് അതൊരു റിവെഞ്ച് എന്നുള്ളതല്ല, പക്ഷെ ദാറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. അത് വി ഹവ് ഡൺ സംതിങ്. ഗൂഗിൾ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ, റൈറ്റ്? അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഓഫീസ് ഫയല് റെഫർ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു. പക്ഷെ ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ റൂമിൽ ഇരിക്കുകയാണ്, റൈറ്റ്? അപ്പോൾ ഈ റൂമിൽ എന്താ നടക്കുന്നതെന്ന് ലെറ്റ്സ് ഇതൊരു ഫീൽഡ് ആണ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ എങ്ങനെയാ ഗൂഗിള് ഒബ്സർവ് ചെയ്തിട്ടാണോ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? 2 കാര്യമുണ്ട് ഇതിനകത്ത്. ജനറലി ഇപ്പം നമ്മൾ ബൈ ബർത്ത് വിഷ്വലി ഇമ്പയർഡ് ആയതുകൊണ്ട് നമുക്കൊരു സെൻസ് ഓഫ് ഒബ്സർവൻസ് കാണും വിഷൻ ഇല്ലാതെ തന്നെ. അത് ഉണ്ട്. പക്ഷെ ഈ
സിവിൽ സർവീസ് എസ്പെഷ്യലി IAS സംബന്ധിച്ചിടത്തോളം വളരെ വിഷ്വൽ ആയിട്ടുള്ളൊരു ജോബാണ്. അവിടെ റീസെൻറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് വളരെ യൂസ്ഫുൾ ആണ്. ഈ AI വന്നതിന് ശേഷം എസ്പെഷ്യലി ആ ഒരു GPT-3യുടെ റിലീസോടുകൂടി വന്ന AI റെവല്യൂഷൻ, അതുകൊണ്ട് വിഷ്വൽ കോണ്ടന്റ് വളരെ ആക്സസിബിൾ ആയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു പിക്ചർ എടുത്തിട്ട് അല്ലെങ്കിൽ ലൈവ് വീഡിയോ എടുത്തിട്ട് ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ റൂമിനെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാമോ? യെസ്, ഇപ്പോൾ ഫോണിൽ ChatGPT ആപ്പ് ഉണ്ട്. ഓക്കെ, സോ ഈ ChatGPT ഞാൻ എൻ്റെ ഫോണിൽ ChatGPT ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ChatGPTക്കുള്ളിൽ വോയിസ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ChatGPT ക്യാൻ ബേസിക്കലി സീ എവറിത്തിങ് അറൗണ്ട് മീ. സോ എനിക്ക് വോയിസ് ആയിട്ട് തന്നെ ചോദിക്കാൻ പറ്റും. Hey, can you describe everything that you see? Sure. In the scene, there's a glass of water on the floor near a table. The table has a glass top and wooden legs. There's a person sitting on a chair at the table wearing a dark shirt and black pants. Behind them, there's a small potted plant on the floor. The floor is a light-colored tile and there's a cable running across it. Can you describe the plant in some detail? Of course, the plant is small and green, placed in a white pot. It appears to have a few healthy leaves and is positioned on the floor near the corner of the room. The pot is a simple design, likely ceramic or plastic, and complements the minimalist decor of the room. Thank you. ഇത് ഭയങ്കര അടിപൊളിയാണല്ലോ. Yes. നമ്മളപ്പോൾ ഫീൽഡിൽ ഒബ്സർവേഷന് പോകുമ്പോൾ എപ്പോഴും ഈ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിളിന്റെ ഷർട്ടിൽ ഒരു കണ്ണാടി ഉണ്ട്, അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇത് ഫീൽഡിൽ ഒബ്സർവേഷന് പോകുമ്പോൾ യൂഷ്വലി ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് റേബാൻ മെറ്റാ ഗ്ലാസസ് ആണ്. ഇതിനകത്ത് സെയിം ഓൾമോസ്റ്റ് സിമിലർ AI അവൈലബിൾ ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്കിതിനോട് ചോദിക്കാം. ഇതിൻ്റെ വേക്ക് വേർഡ് ഈ പറഞ്ഞതുപോലെ ഹേ മെറ്റ എന്നാണ്. ഹേ മെറ്റ എന്ന് പറഞ്ഞിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇതൊരു ഫോട്ടോ എടുക്കും. സെയിം ഡിസ്ക്രിപ്ഷൻ, ഇതുപോലെ സെയിം ഡിസ്ക്രിപ്ഷൻ, പക്ഷെ ഈ ആംസിലാണ് ഇതിൻ്റെ സ്പീക്കർ ഉള്ളത്. ഓക്കെ, സോ എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ ഫോണിൽ കേട്ടതുപോലെ തന്നെ നമുക്ക് ഈ കണ്ണാടിയിൽ കൂടെ കേൾക്കാൻ പറ്റും. സോ ബേസിക്കലി ഫീൽഡിൽ പോകുമ്പോൾ ദിസ് ലുക്സ് ലൈക്ക് എ സൺഗ്ലാസ്. ഓക്കെ, സ്റ്റൈലിഷ്. അതെ. പ്ലസ് ഈവൻ ആർക്കും അങ്ങനെ ഒരു ഇതൊരു സ്പെസിഫിക് ഡിവൈസ് ആണെന്നുള്ള തോന്നൽ വരത്തില്ല. എനിക്ക് ഈസിയാണ്, വെയറബിൾ ആണല്ലോ, അപ്പൊ എനിക്ക് ഈസിയാണ്. യൂഷ്വലി ഫീൽഡിൽ ഞാൻ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഓഫീസിൽ മാപ്പ്, സ്കെച്ചസ് ഇതുപോലത്തെ സംഭവം വരുമ്പോഴത്തേക്കും ഫോണാണ്, ChatGPT ആണ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചാലഞ്ചസ് ഇപ്പോൾ നന്നായിട്ട്, ആൻഡ് ഈവൻ ഇത് ഓഫീസ് സെറ്റിങ്ങിന് അപ്പുറത്ത് ഡെയിലി ലൈഫിലും വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ ട്രാവൽ ചെയ്യുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഗൂഗിളിൽ നമുക്ക് ഇപ്പോൾ ഒരു IAS ഓഫീസർ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഒത്തിരി ട്രസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൽ, ആൻഡ് ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആളോട്. പക്ഷേ ഗൂഗിളിന് ഇങ്ങനെ ഒരു ചാലഞ്ച് ഉള്ളപ്പോൾ, നേരത്തെ പറഞ്ഞു ഒരു ഓൺലൈൻ മീഡിയയുടെ കേസ് പറഞ്ഞു, പക്ഷെ പബ്ലിക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഡു ദേ ട്രസ്റ്റ് യു ഓർ ഡു യു ഹാവ് ടു പുട്ട് ഇൻ സംതിങ് എക്സ്ട്രാ ടു വിൻ ഓവർ ദ ട്രസ്റ്റ്? ഇനിഷ്യലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൾട്ട്. കാരണം ഡിഫിക്കൾട്ട് എന്നുള്ളതിനപ്പുറത്ത് ഇറ്റ്സ് നാച്ചുറൽ ഓൺലി. കാരണം ഇപ്പം ഇതെല്ലാവർക്കും വരുന്ന ഡൗട്ട്സ് ആണ്. ഇപ്പം ഞാനൊരു പെറ്റീഷൻ കൊണ്ട് തന്നാൽ ഈ പുള്ളിക്ക് വായിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റാഫ് അല്ലേ ഇത് വായിച്ചു കൊടുക്കുന്നത്, അപ്പം അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? അത് പബ്ലിക് ആയാലും അതെ, യുവർ സ്റ്റാഫ് ഓൾസോ, യുവർ ബോസസ്, എവറിബഡി, എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ അതിനെ നമുക്കൊന്നും പറയാനും പറ്റില്ല. ഇറ്റ് ഇസ് നാച്ചുറൽ ഓൺലി. പക്ഷെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മൾ ആദ്യത്തെ ഒരു 1-2 മാസത്തിൽ ഇടുന്ന വർക്ക് ഇസ് ഇനഫ് ടു, അത് മേ ബി ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു നോർമൽ ഓഫീസർ ഇടുന്നതിനേക്കാളും അവർ ഇനിഷ്യൽ പീരീഡിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫർട്ട് എടുക്കേണ്ടി വരും. 2-3 കാര്യങ്ങൾ. ഒന്ന്, പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ വിളിച്ചാലും അല്ലെങ്കിൽ എപ്പോൾ ഓഫീസിൽ വന്നാലും ആക്സസ് ഉണ്ട്, നേരിട്ട് കാര്യം പറയാൻ പറ്റുന്നു. പിന്നെ ഡെഫിനറ്റ്ലി അവരൊരു പെറ്റീഷൻ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞത് കണക്ക് അപ്പോൾ തന്നെ ഈ സ്കാനറിൽ വെച്ച് നമ്മൾ വായിച്ചു നോക്കുന്നു, അല്ലെങ്കിൽ
അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ സമയത്തിന് സോൾവ് ചെയ്ത് കൊടുക്കുന്നു. അവരുടെ ട്രസ്റ്റ് ഏൺ ചെയ്യാൻ ഉള്ള നമ്മൾ കാര്യങ്ങൾ സ്പീഡിൽ സമയത്തിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടും. സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം പ്യുവർ HR മാനേജ്മെൻ്റ് ആണ് നമ്മൾ സ്റ്റാഫിൻ്റെ അടുത്ത് എടുക്കുന്ന അപ്രോച്ച്. പ്ലസ് ലെറ്റ് ദം നോ ദാറ്റ് യു ആർ അവെയർ ഓഫ് എവറിത്തിങ്. നമ്മൾ കൺട്രോളിലാണ് എന്നുള്ളത് അവർക്ക് ബോധ്യം വരണം. ദിസ് ഈസ് സംതിങ് എല്ലാ ഓഫീസേഴ്സും ജനറലി നമ്മൾ നല്ല ഓഫീസേഴ്സ് എന്ന് പറയുന്ന എല്ലാവരും ആദ്യത്തെ ഏത് പോസ്റ്റിൽ പോയാലും ഒരു 1-2 മാസത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മേ ബി ആ ഇനിഷ്യൽ പീരീഡിൽ കുറച്ച് എഫേർട്ട് എക്സ്ട്രാ ഇടേണ്ടി വരും, ഇല്ല എന്നല്ല. പക്ഷെ അത് കഴിഞ്ഞാൽ സ്മൂത്ത് ആണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ്. കാരണം വൺസ് ദാറ്റ് നമ്മൾ ആരാണെന്നുള്ള കാര്യം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സെയിലിംഗ് സ്മൂത്ത് ആയിരിക്കും. ഞാൻ ഇടയ്ക്കൊരു ന്യൂസ് കണ്ടിരുന്നു. ഗൂഗിളിന്റെ ഡിസ്ട്രിക്റ്റ് പെരുമ്പല്ലൂർ അല്ലേ, കേരള ഹോർട്ടികോപ്പ് വഴി എനിക്ക് തോന്നുന്നു വെളുത്തുള്ളിയാണ്, കൊച്ചുള്ളിയുടെ എന്തോ അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് കേരളത്തിലോട്ട് വെക്കുന്നു. അവിടുത്തെ ഫാമേഴ്സിന് ഒത്തിരി ബെനിഫിഷ്യലായി. അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? അത് കൊച്ചുള്ളി പെരമ്പല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു GI ടാഗുള്ള പ്രോഡക്റ്റ് ആണ്. ചെട്ടിക്കുളം സ്മോൾ ഓണിയൻ GI ടാഗ് ഉള്ളതാണ്. പക്ഷേ GI ടാഗൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഫാർമേഴ്സിന് ഒട്ടും വില കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേ നമ്മുടെ ഫാർമേഴ്സിനുള്ള ഒരു വലിയ പരാതിയായിരുന്നു, നമുക്ക് കൊച്ചുള്ളി ഇത്രയും ഫേമസ് ആയിട്ടുള്ള സംഭവം പക്ഷെ അതിന് വില കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു, ഇതിനെങ്ങനെ എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ പല വഴികളും ആലോചിക്കുന്ന കൂട്ടത്തിൽ കേരള ഹോർട്ടികോർപ്പിനെ പറ്റി ഓർത്തു. അപ്പോൾ ഇവിടെ കോണ്ടാക്ട് ചെയ്തു, MD ഹോർട്ടികോർപ്പിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ ഡിസ്കഷനിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റിയ ഒരു സംഭവം, അവിടെ ഹോൾസെയിൽ പ്രൈസിൻ്റെ ഓൾമോസ്റ്റ് 3 ഇരട്ടിയൊക്കെയാണ് പലപ്പോഴും നമുക്ക് ഇവിടുത്തെ റീറ്റെയിൽ പ്രൈസ്. അപ്പോൾ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ലാഭമാണ്. നമ്മളൊരു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ടാക്കി FPO ഉണ്ടാക്കിയിട്ട് FPO പ്രൊക്യൂർ ചെയ്യും. അപ്പോൾ നമ്മുടെ FPO ട്രിച്ചിയിലെ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കാൻ തയ്യാറാണ്. ബാക്കി ലോജിസ്റ്റിക്സും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഹോർട്ടികോർപ്പ് നോക്കുന്നു. സോ ദാറ്റ് ഞങ്ങളുടെ ഫാർമേഴ്സിന് മിഡിൽമെൻ എടുത്തുകൊണ്ടിരുന്നത് വളരെ കുറഞ്ഞ പ്രൈസിന് 10-15 രൂപയ്ക്കൊക്കെയാണ് കിലോ. ഓക്കെ. ബട്ട് ട്രിച്ചിയിലെ ഹോൾസെയിൽ പ്രൈസ് ഇസ് ലൈക്ക് 65-70 rupees അറ്റ് ദാറ്റ് പോയിന്റ്. ആ സമയത്ത് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും, പക്ഷെ ആ സമയത്ത് ട്രിച്ചിയിലെ ഹോൾസെയിൽ പ്രൈസ് 65-70 rupees. ഇവിടെ 130-140 രൂപയാണ്. അപ്പോൾ ഹോർട്ടികോർപ്പ് ഇത് ട്രിച്ചിയിലെ ഹോൾസെയിൽ പ്രൈസ്, ആ പർട്ടിക്കുലർ ഡേയിലെ മാർക്കറ്റിലെ ഹോൾസെയിൽ പ്രൈസ് എന്താണോ അതേ വിലയ്ക്ക് എടുക്കുന്നു. ലോജിസ്റ്റിക്സ് ഹോർട്ടികോർപ്പ് നോക്കുന്നു. എന്നാലും നമ്മുടെ കൺസ്യൂമേഴ്സിന് ഇവിടുത്തെ റീറ്റെയിൽ വാല്യൂവിൻ്റെ ഒരു ഓൾമോസ്റ്റ് 60% കിട്ടുന്നു. ഓൾസോ നമ്മുടെ ഫാർമേഴ്സിന് മിഡിൽ മെൻ കൊടുക്കുന്ന പ്രൈസിൻ്റെ ഒരു 4-5 times കിട്ടുന്നു. ഇറ്റ്സ് എ വിൻ സിറ്റുവേഷൻ ഫോർ എവറി വൺ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലോജിക്. സോ നമ്മളൊരു MOU ഒക്കെ സൈൻ ചെയ്തു, FPOവും നമ്മുടെ ഹോർട്ടികോർപ്പും. അങ്ങനെ പ്രൊക്യൂർമെൻ്റ് ഒക്കെ സ്റ്റാർട്ടായി കുറച്ച് മുമ്പേ. ഓൾസോ നമ്മൾ മറ്റ് വെജിറ്റബിൾസ് അതുപോലുള്ള FPOs ത്രൂ പ്രൊക്യൂർ ചെയ്യാനുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. നമുക്ക് ഇപ്പോ ഒരു 15 രൂപ കിലോയ്ക്ക് കിട്ടിയിരുന്ന ഫാർമറിന് ഇപ്പൊ 60 രൂപ കിട്ടുകയാണ്. അതെ. അപ്പോ ഈ ഒരു സാധനം ഗൂഗിൾ ചെയ്തെടുത്തപ്പോ അവർ ഡയറക്ട്ലി ഗൂഗിളിന് റെസ്പോൺസ് എന്തെങ്കിലും തരാറുണ്ടോ, അതോ സിസ്റ്റത്തിനാണ് അവർ താങ്ക് ചെയ്യുന്നത്? അവർക്ക് അറിയാമോ ഗൂഗിളാണ് ഇത്? ഡെഫിനറ്റ്ലി അറിയാം. കാരണം സിസ്റ്റം ഒരു റുട്ടീനായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഇത് നടക്കില്ല. അതിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പലരോട് സംസാരിക്കുമ്പോഴും പറയാറുള്ള സംഭവമാണ്, ഇതുപോലുള്ള വർക്ക് നോബഡി ആസ്ക്സ് us to do, നോബഡി റിവ്യൂസ്. യൂഷ്വലി ആൾക്കാർ ചെയ്യുന്ന വർക്ക് എന്താണ്? മുകളിൽ റിവ്യൂ ഉള്ള വർക്ക്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ആയിട്ടുള്ള വർക്ക്. അത് ചെയ്യേണ്ടെന്നല്ല, പക്ഷെ ഞാനിപ്പോൾ ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും വരുന്നില്ല.
ഞാനെന്നല്ല ഏത് ഓഫീസർ ആയാലും സിസ്റ്റത്തിന് അതിൻ്റെ ഒരു ഡിഫോൾട്ട് റേറ്റിൽ ഇത് ചെയ്യാൻ വലിയ പ്രത്യേകിച്ച് താല്പര്യം എടുക്കാൻ ഒരു ഇൻസെൻറ്റീവും ഇല്ല. സോ നമ്മളാണ് പലപ്പോഴും അവിടെ ഇരിക്കുന്ന ഓഫീസറാണ് പലപ്പോഴും ഈ സിസ്റ്റത്തിനെ പുഷ് ചെയ്ത് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർ നമ്മുടെ ഫാർമേഴ്സ് ഇത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാരൻസ് വന്നായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി അവരറിഞ്ഞു എങ്ങനെയോ. സോ ഇവർ ഒരു 10-15 കിലോ കൊച്ചുള്ളി പാക്ക് ചെയ്ത് നല്ല വൃത്തിയാക്കി വൃത്തിക്ക് പാക്ക് ചെയ്ത് വീട്ടിൽ തന്നിട്ട് പറഞ്ഞു പാരൻസ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഐ മീൻ നമുക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ തിങ്. കുറേ മെമെൻറ്റോ ഇതെല്ലാം കിട്ടും. പക്ഷെ ഇത് നമുക്കങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തേക്ക് നമ്മൾ മറക്കില്ല ഇത്. അപ്പോൾ പാരൻസ് ഇത്രയും കൊച്ചുള്ളി കിട്ടിയപ്പോൾ അവരെന്ത് പറഞ്ഞു? അവർ കൊണ്ടുവന്നു, അവർ ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഗൂഗിളിലെ വൺ ഓഫ് ദ ഇനിഷ്യൽ ബോസസ് ഓർ സുപ്പീരിയേഴ്സ് എനിക്ക് തോന്നുന്നു വിഷ്ണു ആയിരുന്നു അല്ലേ? വിഷ്ണു സാർ എന്ന് പറയുമ്പോൾ വിഷ്ണു സാറിന്റെ പേരിൽ തന്നെ ഒരു വില്ലേജ് ഉണ്ട് അല്ലെ, വിഷ്ണുപുരം എന്ന് പറഞ്ഞു. വിഷ്ണു സാർ ഒരു ഗ്രാമത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നപ്പോൾ സാറിന്റെ പേരിൽ ഒരു വില്ലേജ് നെയിം ചെയ്യപ്പെട്ടു. റൈറ്റ്. അപ്പോൾ അത്രയും കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ആളെ നമുക്ക് സുപ്പീരിയർ ആയിട്ട് കിട്ടുമ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു മേജർ ലേണിങ്സ്? ദാറ്റ് ഈസ് എ ബിഗ് തിങ്. കാരണം സാറാണ് എന്നെ പഠിപ്പിച്ചത്. നമുക്ക് പലർക്കും ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആസ്പിറൻസ്, ഇപ്പം എസ്പെഷ്യലി ഇത് ആസ്പിറൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആസ്പിറൻസ് എക്സാം എഴുതുമ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എക്സാം എഴുതുമ്പോഴും സിസ്റ്റത്തിലേക്ക് കയറുമ്പോഴും ഒക്കെ നമുക്ക് കുറേ ഐഡിയാസ് കാണും, ഇതെല്ലാം നമുക്ക് ചെയ്യണം എന്ന്. പക്ഷെ ഇതിൽ നല്ലൊരു ഭാഗവും സിസ്റ്റത്തിൻ്റെ ഭാഗമാകുമ്പം മരവിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതങ്ങനെ അല്ലാതാവാൻ ഏറ്റവും വലിയ കാരണം വിഷ്ണു സാറാണ്. കാരണം അങ്ങനെ ചെയ്യുന്നൊരു എക്സാമ്പിൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആൻഡ് അതായത് സാറ് കോൺഷ്യസ്ലി പ്രൈം ചെയ്തതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഹി ടോട്ട് മീ ഹൗ ടു എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് സിസ്റ്റത്തിനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് എപ്പോഴും ഈവൻ ഇത് റിലേറ്റഡ് ആയിട്ട് പറയേണ്ട ഒരു സംഭവം സർവീസിൽ കയറുമ്പം നമ്മൾ നമ്മുടെ ഐഡിയാസുമായിട്ട് ചെന്ന് അതവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അവിടുത്തെ നാട്ടുകാരോ ആൾക്കാരോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് അതല്ലായിരിക്കും. അതിന് പകരം അവർക്ക് വേണ്ടത് എന്താണെന്ന് കേട്ടിട്ട് അതിനെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിനെ ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചതും സാറാണ്. ഇപ്പം ഈവൻ ഈ കൊച്ചുള്ളിയുടെ കേസ് പോലും ഞാൻ എൻ്റെ ഐഡിയാസ് കൊണ്ട് ചെന്നിട്ട് ചെയ്താൽ കൊച്ചുള്ളി ഞാൻ ചിലപ്പോൾ തിരിച്ചറിയത്ത് പോലുമില്ല. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നേ ഞാൻ അറിയില്ല. ദിസ് ഈസ് ബിക്കോസ് ഫസ്റ്റ് യു ആർ പ്രൈം ടു ലിസൺ ടു ദീസ് പീപ്പിൾ, ദെൻ ഓൺലി യു റിയലൈസ് ദാറ്റ് ഇവിടെ GI ടാഗ് ഉണ്ട്, അതെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വെൻ യു ആർ ട്രൈങ് ടു തിങ്ക് ഓഫ് ദീസ് തിങ്സ്. അതുപോലെ സാർ എന്നെ പഠിപ്പിച്ചൊരു സംഭവം, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് എനിബഡി. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പം ഞാനൊരു സബ് കളക്ടറാണ്, ഇവിടെ കേരള ഹോർട്ടികോർപ്പിൻ്റെ MD വിളിച്ചാൽ പുള്ളി മൈൻഡ് ചെയ്യുമോ? അങ്ങനെ ഞാൻ ഇനിഷ്യലി ചിന്തിക്കുമായിരുന്നു. അവിടെ തിരുനെൽവേലിയിൽ അസിസ്റ്റന്റ് കളക്ടറൊക്കെ ആയിരുന്നപ്പോൾ. അപ്പോൾ സാറ് പറയുമായിരുന്നു, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ CEO ഓഫ് മൈക്രോസോഫ്റ്റ്, യു സെൻഡ് ദം എ മെയിൽ ഓർ യു ട്രൈ ടു കോൺടാക്ട് ദം, ഇറ്റ് മൈറ്റ് വർക്ക് ഔട്ട്. ഇൻ ഓൾ പ്രോബബിലിറ്റി ഇറ്റ് വിൽ വർക്ക് ഔട്ട്. നമ്മളെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനും നമുക്കുള്ള ഐഡിയേനെ ഓക്കെ അതിനെ ഒരു ഇംപ്ലിമെൻറ്റിങ് ഫേസിലോട്ട് കൊണ്ടുവരാനും ഉള്ള ആ ഒരു സംഭവം സാറ് പഠിപ്പിച്ചതാണ്, സാറിനെ കണ്ടു പഠിച്ചതാണ്. അത് ലൈക്ക് ഈവൻ ടുഡേ ഹി ഈസ് എ ബിഗ് ഇൻസ്പിറേഷൻ. നമ്മൾ തിരുനെൽവേലിയിൽ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിരുന്നപ്പോൾ ഗൂഗിള് അവിടുത്തെ വില്ലേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതോ സാധനം ആമസോൺ വഴി വിൽക്കുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്തോ സംസാരിച്ചൊരു ചെറിയ ഓർമ്മയുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് ഇതുപോലെയാണ്. തിരുനെൽവേലിയിൽ ഞങ്ങളൊരു പ്രാവശ്യം വിഷ്ണു സാറും ഞാനും കൂടെ ആയിരുന്നു. സാറ് ഫീൽഡ് ഇൻസ്പെക്ഷന് പോയപ്പോഴത്തേക്കും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്മോൾ ഒരു കുഞ്ഞ് വിഗ് പ്രൊഡ്യൂസിങ്, വിഗ് ഹ്യൂമൻ ഹെയർ വെച്ചിട്ട് വിഗ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഒരു 10-15 മെമ്പേഴ്സിനെ വെച്ചിട്ട് ഇവർ
ചെറിയ സ്കെയിലിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ് കണ്ടപ്പോഴത്തേക്ക് സാറ് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് സാറ് പറഞ്ഞു ലുക്ക് ഇതെന്താണെന്ന് നോക്ക്, നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ഓണേഴ്സുമായിട്ട് സംസാരിച്ചപ്പം അവർക്ക് വളരെ റിച്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവർ 20-25 വർഷത്തിന് മുകളിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഗവൺമെൻറ് ഫണ്ടിങ്ങോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോഴും വളരെ ചെറിയ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചു. അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എങ്ങനെ ഫണ്ടിങ് ആക്സസ് ചെയ്യണമോ അങ്ങനത്തെ കാര്യമൊന്നും അറിയില്ല. നമ്മൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷനുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഫണ്ടിങ് അറേഞ്ച് ചെയ്തു. ആദ്യം ഒരു 50 പേരുള്ള യൂണിറ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തു. ദെൻ നമ്മൾ ആൻഡ് ദീസ് പീപ്പിൾ ഓൾസോ എന്നിട്ട് നമ്മൾ മാർക്കറ്റ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തു ബേസിക്കലി. കാരണം ഹ്യൂമൻ വിഗിൻ്റെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ വിഗിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് യൂറപ്പാണ് ബേസിക്കലി. ഇതിന് യൂഷ്വലി പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ റോ ഹെയർ ഇന്ത്യയിൽ നിന്ന് ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യും. സോ ചൈനീസ് വിൽ മേക്ക് ദ വിഗ് ആൻഡ് സെൻഡ് ടു യൂറപ്പ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുനെൽവേലിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റും ഒരുപാട് കോവിലുകളുണ്ട്. ഈ മുരുകൻ്റെ അമ്പലം, മൊട്ടയടി നേർച്ചയായിട്ടുള്ള അമ്പലം. സോ അവിടുന്ന് അവൈലബിൾ ആണ് ഈസിലി. അതുപോലെ നമ്മൾ ചെയ്തൊരു സിസ്റ്റം എന്ന് വെച്ചാൽ അവിടുത്തെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ എല്ലാം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ തമിഴ്നാട്ടിലെ സ്ത്രീകൾ ഡെയിലി മുടി ചീകുമ്പോൾ കിട്ടുന്ന മുടി നിങ്ങൾ കളക്ട് ചെയ്ത് ഒരു മാസം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കിലോഗ്രാമിന് ഞങ്ങൾ ഇത്ര രൂപ വെച്ച് തരും. റേറ്റ് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ബട്ട് ഇറ്റ് വാസ് മോർ ദാൻ 1000 പെർ കിലോഗ്രാം ഓഫ് ഹെയർ. സോ ഇത് അവരെ സംബന്ധിച്ച് ഇവർ ചീകിക്കളയുന്ന മുടിയാണ്. നമ്മൾ കുറച്ച് സ്ത്രീകളെ കളക്ട് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ അവർക്കും നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഹെയർ പ്രൊക്യൂർ ചെയ്യുന്നതിനെക്കാട്ടിലും ചീപ്പായിട്ട് ഹെയർ കിട്ടുന്നുമുണ്ട്. പക്ഷേ ദീസ് വിമൻ ആർ ഓൾസോ പെയ്ഡ് വെരി ഹെൽത്തി റേറ്റ്സ്. സോ ആ ഭാഗത്തുള്ള നല്ലൊരു ലാർജ് നമ്പർ ഓഫ് ഫാമിലീസ് ഗോട്ട് ഓൾമോസ്റ്റ് 3,000-4,000 rupees മിനിമം. നമ്മുടെ വർക്കേഴ്സ് എല്ലാം മുൻപ് ടൊബാക്കോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. സോ അതിൽ നിന്ന് കുറേ അധികം സ്ത്രീകളെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റി. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ യൂണിറ്റ് വളരെ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം യൂണിറ്റിന് ഹെയർ ഒക്കെ വളരെ ഈസിലി അവൈലബിൾ ആണ്. സോ അവർ എക്സ്പാൻഡ് ചെയ്തു. ഇന്ന് അവർക്ക് ഓൾമോസ്റ്റ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഒരു 300-ന് മുകളിൽ വർക്കേഴ്സ് ഉണ്ട്. ദേ ആർ എക്സ്പോർട്ടിങ്. ഇതുപോലെ തിരുനെൽവേലിയിൽ നമ്മൾ കുറേ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. ബനാന ഫൈബർ വെച്ചിട്ട് ബനാന ഫൈബർ പ്രോഡക്ട്സ് ഇതുപോലെ ക്ലസ്റ്റേഴ്സായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ഐക്യ ആയിരുന്നു നമ്മുടെ എക്സ്പോർട്ടിംഗ് പാർട്ട്ണർ. അതും ഈ പറഞ്ഞതുപോലെ യൂറോപ്പും നോർത്ത് അമേരിക്ക ആയിരുന്നു മേജർ മാർക്കറ്റ്സ്. സോ ഹോൾ ഐഡിയ വാസ് ദിസ്: നമ്മുടെ ലോക്കൽ പ്രൊഡ്യൂസ് വെച്ച് സംഭവങ്ങൾ ഉണ്ടാക്കുക, മാർക്കറ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കുക, മാർക്കറ്റ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുക. ഗൂഗിള് ട്രിവാൻഡ്രത്ത് നിന്നാണല്ലോ. അതെ. അപ്പോൾ ട്രിവാൻഡ്രത്ത് കളക്ടർ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പെറ്റ് പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അതിൽ കളക്ടർ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അങ്ങനെ ഒരു വിഷൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ ഇവിടുത്തെ ലോക്കൽ പ്രൊഡ്യൂസ് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും? ഇവിടുന്ന് പോകുന്നതിന് മുൻപ്, കേഡർ കിട്ടുന്നതിന് മുൻപ് ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ. കേഡർ കിട്ടുന്നതിന് മുൻപ് ആലോചിക്കുന്നതും സർവീസ് കയറുന്നതിന് മുൻപ് ആലോചിക്കുന്നതും ശേഷം ആലോചിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസം വരും. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തൊരു ഏരിയ, നമുക്ക് തിരുവനന്തപുരത്തിന് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ട്രൈബൽ ഇതുണ്ട്, ട്രൈബൽ പ്രൊഡ്യൂസും ഉണ്ട് ഒരുപാട്. ഞങ്ങൾ തിരുനെൽവേലിയിൽ ഇതുപോലെ കാണിക്കാരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. നമ്മുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ കംപ്ലീറ്റ്ലി ഷെഡ്യൂൾഡ് ST ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് തിരുനെൽവേലിയിലാണ്. ഐ വാസ് ഫോർച്യുനേറ്റ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ഓൾസോ. അപ്പം അതുപോലെ നമ്മൾ ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തൊരു സംഭവമാണ് അവരുടെ ഫുഡ് കൾച്ചർ, അവരുടെ പ്രോഡക്റ്റുകൾ, ആ ഒരു സംഭവം. അത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്തില്ലെങ്കിൽ somebody else will do and those people will be very exploitative. പക്ഷേ നമ്മൾ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനും കൂടെ ചേർന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ചെക്സ് വെക്കാൻ പറ്റും. സോ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യം അങ്ങനത്തെ ഒരു കൊളാബറേഷൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ 2 സെക്ടേഴ്സാണ് നമ്മുടെ
നമുക്ക് നല്ല റിച്ച് ആയിട്ടുള്ള കോസ്റ്റ് ലൈൻ ഉണ്ട്, ഒരുപാട് സീ ഫുഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ വാല്യൂ അഡീഷൻ ചെയ്യാം എന്നുള്ള ഒന്ന്. അതുപോലെ നമുക്ക് വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സംഭവമാണ് ഈ നമ്മുടെ ഈ ബാംബു മുള നെയ്ത്ത്, മുള ഒന്ന്, അതുപോലെ നമ്മുടെ ക്ലോത്ത്, നമ്മുടെ ഹാൻഡ്ലൂം. ബാലരാമപുരത്തൊക്കെ ഇത്രയും എക്സ്പെർട്ടൈസ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഹാൻഡ്ലൂം. എന്തുകൊണ്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും താല്പര്യമായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് നമ്മുടെ ടൂറിസം. ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ട് കോവളത്തിൽ തട്ടി നിൽക്കുന്നു എന്നുള്ളത് ചോദ്യമാണ്. ഒരു ഇമേഴ്സീവ് ടൂറിസം. ഇപ്പം ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നമ്മുടെ നെയ്ത്ത് ഗ്രാമങ്ങൾ കൊണ്ട് കാണിച്ചുകൂടാ? അവിടുത്തെ വീടുകളിൽ നിന്ന് അവർ ലഞ്ച് കഴിച്ച് അവിടുത്തെ അവർ നെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ട് തിരിച്ചു വരുമ്പം അവർ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് അവിടെ ഒരു മരത്തെയും പ്ലാൻ ചെയ്തിട്ട് വന്ന അത് വളരെ കിടിലൊരു അപ്രോച്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കമ്മ്യൂണിറ്റി ഓൺഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ആയിരിക്കും. ഭൂട്ടാനൊക്കെ പ്രൊമോട്ട് ചെയ്യും പോലെ ഒരു ഹൈ എൻഡ് ടൂറിസം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാണ്ട് ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്ക് വേണ്ട, ഹൈ എൻഡ് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ആ ഏരിയയിലുള്ള ഇതുപോലത്തെ ആൾക്കാർക്ക് ഒരുപാട് വരുമാനം കിട്ടും. ഗൂഗിളെ നമ്മളിങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പറയുമ്പോൾ സിസ്റ്റം പൊതുവെ ലത്താജിക് ആണ്, ബ്യൂറോക്രാറ്റിക് ആണ് എന്നൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് കേട്ടിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ ഈ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പം സിസ്റ്റം എങ്ങനെയാണ് ജനറലി റിയാക്ട് ചെയ്യുന്നത്? ആൻഡ് അത് നടത്തിയെടുക്കാൻ എന്തെങ്കിലും സ്പെസിഫിക് ടെക്നിക്സ് ഗൂഗിൾ കൊണ്ടുവരാറുണ്ടോ? ഡിപ്പെൻസ് എ ലോട്ട് ഓൺ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു യൂണിഫോം എൻറ്റിറ്റി അല്ല. ഇപ്പം തിരുനെൽവേലിയിലുള്ള സിസ്റ്റം അല്ല പെരുമ്പല്ലൂരുള്ള സിസ്റ്റം. കാരണം തിരുനെൽവേലിയിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ സാറ് ഒരു 1.5 വർഷത്തിന് മുകളിലായിരുന്നു. അപ്പോൾ സാർ ഓൾറെഡി ഇങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വർക്കപ്പോൺ ചെയ്യുന്നതിന് കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷെ പെരമ്പല്ലൂർ ഞാൻ ചെല്ലുമ്പോൾ അങ്ങനല്ല. ഒരു ടീം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരം. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ ക്രക്സ് അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഇസ് ദാറ്റ് ടീം മാറ്റേഴ്സ് എ ലോട്ട്. സോ എവിടെ ചെന്നാലും നമുക്ക് ഇന്നോവേറ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊത്ത ഒരു ടീമിനെ കണ്ടെത്തി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ അത് ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ഈസി, ചില സ്ഥലങ്ങളിൽ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. സോ സിസ്റ്റം ഡെഫിനറ്റ്ലി സിസ്റ്റത്തിന് ഇഷ്ടം റുട്ടീൻ വർക്ക് ചെയ്യാനാണ്. കാരണം അതൊരു എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ആണല്ലോ, നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട. പക്ഷെ അതിനെ നമ്മുടെ രീതിക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു വർക്ക് അറൗണ്ട് പ്രോബബ്ലി. നമ്മുടെ ഒത്തിരി മലയാളി ഓഫീസേഴ്സ് ഉള്ള ഒരു കേഡറാണ് തമിഴ്നാട്, റൈറ്റ്? അതെ. തമിഴ്നാടുവിലെ IAS ഓഫീസേഴ്സിനെ പൊതുവെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? എസ്പെഷ്യലി മലയാളി IAS ഓഫീസേഴ്സിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? മലയാളി IAS ഓഫീസേഴ്സിന് ജനറലി തമിഴ്നാടെന്ന് മാത്രമല്ല എവിടെ പോയാലും ഞാൻ കണ്ടിട്ടുള്ളത് മലയാളി IAS ഓഫീസേഴ്സ് ആർ ജനറലി ട്രെൻഡ് സെറ്റേഴ്സ്, അല്ലെങ്കിൽ ദേ സെറ്റ് ദെയർ ബാർസ് ഹൈ. അത് തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം വിഷ്ണു സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് ഓഫീസേഴ്സ്, ഇപ്പോൾ പെരമ്പല്ലൂർ ആണെങ്കിൽ ദരേശ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് സാറ് ട്രിവാൻഡ്രം ആണ് സാറിൻ്റെ ഒറിജിനൽ സ്ഥലം. സോ സാർ വാസ് ദ ഡിസ്ട്രിക്ട് കളക്ടർ ഫോർ എ വെരി ലോങ് ടൈം. ഒരു 4-5 വർഷത്തോളം പെരമ്പല്ലൂരിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്നു. ഇന്ന് ഒരു 10 വർഷത്തിന് മുൻപ് ഇപ്പോഴും സാറിൻ്റെ പേരറിയാത്ത പെരമ്പല്ലൂരുകാരില്ല എന്നുള്ളതാണ്. ആൻഡ് ചില സമയത്തൊക്കെ ഇവർ നമ്മളെ സാറുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് അപ്പം അവർ പറയുന്ന സംഭവം തന്നെ ഇതാണ്, ഓക്കെ മലയാളി എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ദരേഷ് സാറിനെ പോലത്തെ ഒരു ഓഫീസറിനെയാണ് എക്സ്പെക്ട് ചെയ്തത്. സോ വി ആർ ഹാപ്പി ടു ഹാവ് യു എന്നുള്ള രീതിക്ക്. ആൻഡ് ദാറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ്. കാരണം അങ്ങനത്തെ ഒരു ഓഫീസറുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെ ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ ഹ്യൂജ് തിങ്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ നമ്മുടെ ഓഫീസേഴ്സിന് ലൈക്ക് എസ്പെഷ്യലി എടുത്തു പറയത്തൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവമാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സും
കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സും അറ്റ്ലീസ്റ്റ് അച്ഛൻ ഗവൺമെന്റ് എംപ്ലോയി ആയപ്പോൾ കുറച്ചെങ്കിലും ഒക്കെ നമ്മൾ കേട്ട് കാണുമല്ലോ. അതെ. അത് തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസസ് ഗൂഗിൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്ന്, കോർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാൻഡ് റവന്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മുടേതിന് കേരളത്തിലേത് നല്ലൊരു ഭാഗം ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കുറേയൊക്കെയും ട്രാവൻകൂറിൻ്റെ ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് അതിൻ്റെ ബേസ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ നമ്മുടെ മെഡീവൽ ഹിസ്റ്ററിയിലും മോഡേൺ ഹിസ്റ്ററിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന കുറേ ടേംസൊക്കെ ഈ റയോട്ട് വാരി ഇങ്ങനത്തെ ടേംസൊക്കെ തമിഴ്നാട്ടിൽ ഇന്നും ആപ്ലിക്കബിൾ ആണ്. റയോട്ട് ലാൻഡ്സ് ഒക്കെ ഇന്നും ഉണ്ട്. ഓക്കെ, അതിൻ്റെ നേച്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഇപ്പോഴും വിളിക്കുന്നത് റയോട്ട് ലാൻഡ് എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതല്ലാതെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ പീപ്പിൾ ആർ ലൈക്ക് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് അതിൻ്റെ റിസൾട്ട് ആയിരിക്കാം ടിൽ എ സർട്ടൺ ടൈം തമിഴ്നാട്ടിലെ വർക്ക് കൾച്ചർ ഇച്ചിരി കൂടെ വാട്ട് ഡു യു കോൾ കുറച്ചൊരു ഹാർഡ് വർക്കിംഗ് വർക്ക് കൾച്ചറായിരുന്നു. 8:30 9 o'clock വരെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസറാണ് നല്ല ഓഫീസർ. Okay, if you are a smart worker, you do all your work at 5:30 6 o'clock and then go home, you might not be considered a good officer. അത് മാറുന്നുണ്ട്, പക്ഷെ that thing was there. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആൾക്കാർക്ക് പേഴ്സണൽ ഗ്രോത്തിനൊക്കെ കുറേ സമയം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട്. അതൊരു മേജർ ഡിഫറൻസ് ആണ്. ഗൂഗിളിൽ നമ്മൾ ഓഫീസറായിട്ടുള്ള കഥകളും വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അധികം ചോദിച്ചില്ല, പക്ഷെ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ലാസ്റ്റ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻ, അതായത് ഒരു IAS ആസ്പിറന്റിന് ഗൂഗിളിന് കൊടുക്കാനുള്ള ടിപ്സ് എന്തായിരിക്കും? ഓക്കെ, ഞാനിപ്പോൾ എസ്പെഷ്യലി പുതിയ ആസ്പിറൻസ് ഒക്കെ ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യം, നമ്മൾ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എസ്പെഷ്യലി പുതിയ അപ്കമിങ് ആസ്പിറൻസ് പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഇഫ് യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് യുവർ ജോബ് പ്രൊഫൈൽ. അതായത് ഈ എക്സാം എന്താണ് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20ഓളം സർവീസസ് ഉണ്ട്. അപ്പോൾ ഓരോ സർവീസും എന്താണ് എന്നുള്ളതിനെ പറ്റി അറിയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ IASനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് ഇതൊരു ടിപ്പിക്കൽ ഡെസ്ക് ജോബ് അല്ല ഒരിക്കലും. ഇപ്പോൾ ഇത്രയും സംസാരിച്ചതെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു ഡെസ്ക് ജോബേ അല്ല, ഇതൊരു 24/7 ജോബാണ്. അത് മാത്രമല്ല ഒരുപാട് സൈഡിൽ നിന്ന് സോ ലോങ് ആസ് നമ്മുടെ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അത്യാവശ്യം നല്ല സ്ട്രെസ്ഫുള്ളും പലതരത്തിലുള്ള പ്രഷർ, ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു കെൻ നോട്ട് ഹാൻഡിൽ ഓൾ ദ ടൈം. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇച്ചിരി ടാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് മാത്രമല്ല പബ്ലിക്കുമായിട്ട് വളരെ കൂടുതൽ ഇടപെടേണ്ടി വരുന്ന ഒരു പോസ്റ്റാണ് IAS ഓഫീസേഴ്സിനൊക്കെ എസ്പെഷ്യലി ഫീൽഡിൽ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ സർവീസിൽ കയറിയതിന് ശേഷം ഞാനങ്ങനെ ഒരു പീപ്പിൾസ് പേഴ്സൺ അല്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ലൈക്ക് ദിസ് ഈസ് യുവർ ജോബ്, യു ഹവ് റീച്ച്ഡ് ദെയർ, ഇനി നമുക്ക് ചെയ്തേ പറ്റും. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു അടുത്തൊരു 30-35 വർഷം ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. സോ വിൽ ദിസ് ജോബ് മേക്സ് മീ ഹാപ്പി? അത് നമ്മളോട് തുടക്കത്തിൽ തന്നെ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണ്. പേഴ്സണലി ദിസ് ഈസ് എ വെരി ഹൈലി സാറ്റിസ്ഫൈങ് ജോബ്. അത് പ്രോബബ്ലി ഈ പറഞ്ഞ കണക്ക് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് തന്നെ പ്രോബബ്ലി മനസ്സിലായി കാണും. പക്ഷെ എന്നാലും ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ്, വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൊണ്ട് അത് മാത്രം കൊണ്ട് പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുന്നത് സൂക്ഷിച്ച് വേണം എന്നുള്ളത് ഞാൻ ജനറലി പറയാറുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സർവീസിൽ കയറിയതിന് ശേഷം പറയുമ്പോഴത്തേക്കും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രിപ്പറേഷൻ ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ദി എക്സാം, അത് സർവീസിനും കൂടെയുള്ള പ്രിപ്പറേഷനാണ്.
നമ്മൾ പ്രിപ്പറേഷനിൽ വായിക്കുന്ന പല ഐഡിയാസും ആണ് നമുക്ക് സർവീസിനകത്ത് വരുമ്പോൾ ഇൻസ്പിറേഷൻ ആവുന്നത്. സോ എക്സാമിന് പഠിച്ച് മറക്കാനുള്ള കാര്യങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യാതിരിക്കുക. തിങ്ക് ഓഫ് ഹൗ യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇറ്റ് വൺസ് യു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈക്ക് എനിക്ക് പേഴ്സണൽ ബിലീഫ് ഇല്ല എന്നാൽ പോലും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, അത് കണക്ക് ഓക്കെ ഇതൊക്കെ ഞാൻ ചെയ്യും, കയറുമ്പോൾ ഞാൻ ചെയ്യും എന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ് യു റിമെമ്പർ ഇറ്റ് ആഫ്റ്റർവേർഡ്സ് ഓൾസോ. ഈ പ്രിപ്പറേഷൻ ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. വെദർ യു ക്രാക്ക് ദി എക്സാം ഓർ നോട്ട്, ദിസ് വിൽ ഇംപ്രൂവ് യു ആസ് എ പേഴ്സൺ. ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ അതർ എക്സാംസ് ഓൾസോ. അത് ഡെഫിനറ്റ് ആണ്. പക്ഷെ വേറെ എന്തില്ലെങ്കിലും this will make you a better, preparation itself will make you a better person. It will make you a person with a lot more perspective. It will make you a much more open-minded person. So UPSC civil service വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് വിൽ നോട്ട് ബി എ വേസ്റ്റ്. അതൊരു ഗ്യാരണ്ടിയാണ്. ഗൂഗിൾ, ഇത് എനിക്ക് പേഴ്സണലി ഒരു ഭയങ്കര ഐ ഓപ്പണിങ്ങും എൻറിച്ചിങ്ങും ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. എസ്പെഷ്യലി നമ്മൾ റീൽസ് കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ എത്ര പവർഫുൾ ആയിട്ട് ഗൂഗിൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വാസ് റിയലി എൻറിച്ചിങ്. അപ്പോൾ ഇത്രയും പുതിയ ഇനിഷ്യേറ്റീവ്സ് എടുത്തു, അത് ഇനിയും അടുത്തൊരു 30-35 വർഷം എടുക്കാൻ പറ്റട്ടെ, ഒത്തിരി ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Fortune IAS Academy, more than just an academy.